പേര് സെമിയ. ഞാൻ സെൻറ്റ് തെരേസാസിലെ +1 വിദ്യാർത്ഥിനിയാണ്. MT വാസുദേവൻ നായരുടെ എൻ്റെ പ്രിയപ്പെട്ട കഥകളിലെ കുട്ടിയെടുത്തി എന്നൊരു കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കുട്ടിയെടുത്തിയും ജാനയെടുത്തിയുമാണ് ഇതിലെ പ്രമുഖ കഥാപാത്രങ്ങൾ. കുട്ടിയെടുത്തിയെ എല്ലാവർക്കും ഇഷ്ടമല്ലായിരുന്നു, ജാനയെടുത്തിയോടായിരുന്നു കൂടുതൽ പ്രിയം. വലിയമ്മയ്ക്ക് 2 പെൺമക്കൾ ഉണ്ടായിരുന്നു, കുട്ടിയെടുത്തിയും ജാനയെടുത്തിയും. ജാനയെടുത്തിയെ കാണാനാണ് ചന്തം. വെളുത്തിട്ടാണ്, നീലിച്ച നരമ്പുകൾ, തെളിഞ്ഞു നിൽക്കുന്ന കൈത്തണ്ടകൾക്ക് വാഴക്കൊമ്പിന്റെ മിനുപ്പുണ്ട്. അവർ അടുത്തു വരുമ്പോൾ ചന്ദന സോപ്പിന്റെ മണമുണ്ട്. കുട്ടിയെടുത്തിക്ക് ചന്തം കുറഞ്ഞത് കൊണ്ടാവും ആർക്കും കുട്ടിയെടുത്തിയെ ഇഷ്ടമല്ലാത്തത്. പക്ഷേ വാസുവിന് കുട്ടിയെടുത്തിയോടായിരുന്നു കൂടുതൽ പ്രിയം. വാസുവിനോടൊപ്പം കളിക്കാനും ചിരിക്കാനും ആകെ കൂടെ ഉണ്ടായിരുന്നത് കുട്ടിയെടുത്തി മാത്രമായിരുന്നു. വാസു എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് വാസുവും കുട്ടിയെടുത്തിയും തമ്മിലുള്ള പല രംഗങ്ങളും അവർ തമ്മിലുള്ള കളിയും ചിരിയുമൊക്കെയാണ് കഥയിലെ പിന്നീടുള്ള രംഗങ്ങൾ. അവസാനം കുട്ടിയെടുത്തിയുടെ ദയനീയമായ ആത്മഹത്യ, അതാണ് ഈ കഥയുടെ അവസാനം. ഒരിക്കൽ മച്ചിന്റെ വാതിൽ തുറന്ന് അകത്തു കടന്നു. നിലവിളക്കിലെ എണ്ണ ഊറ്റിയെടുത്തു, തലയിൽ പുരത്തി. വലിയമ്മ അത് കണ്ടു. ഒക്കെ തീണ്ടിപ്പൊട്ടിച്ചു. എന്താടി മാളുകുട്ടിയെ നീ കാട്ടണ്? എന്താമേ, എണ്ണല്ലാനിട്ടല്ലേ? വലിയമ്മ ശിരസിൽ കൈവച്ചു പറഞ്ഞു. എന്ത് തോന്നിയാസം കൊണ്ട് ഇവിടെ മുടിക്കും? എന്തിനാ പറഞ്ഞിട്ട്? കണ്ടില്ലേ, അതോ ഗതി. വലിയമ്മ അന്നു തന്നെ നമ്പൂതിരെ കണ്ട് പുണ്യാഹം തളിപ്പിച്ചു. എന്നിട്ടും എന്തെല്ലാം ആപത്തുകളാണ് ഉണ്ടാവുക എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് 2-3 ദിവസം വലിയമ്മ കഴിച്ചുകൂട്ടിയത്. മച്ചിൽ ഭഗവതിയുടെ നിക്ഷേപമുണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അപ്പുകുട്ടപ്പണിക്കർ വന്ന് രാശിവെച്ചാൽ പറയും, ഈ തറവാട്ടിലെ ഒരു ചൊവ്വുണ്ട്. ചൊവ്വ എന്ന് വെച്ചാൽ ഭഗവതി. ഉഗ്രമൂർത്തിയാണ്. മഴ പോലെ വന്നതിനെ മഞ്ഞു പോലെ ആക്കും. ചൊവ്വായപ്പെട്ട ധനം ഇവിടെ ഇരിപ്പുണ്ട്. സുഹൃതം ചെയ്ത തറവാടാണ്. ആ സുഹൃതം തൊട്ടിക്കളിക്കാനായിരുന്നു മറ്റൊരിക്കൽ കുട്ടിയെടുത്തിയുടെ ഭാവം. ഈ കഥ വളരെ രസകരമായൊരു കഥയാണ്. MTയുടെ പല ഭാഷാശൈലികൾ കൊണ്ട് ഈ കഥയെ കൂടുതൽ വർണ്ണിക്കുന്നു. കുട്ടികൾക്കും ഒരേപോലെ തന്നെ വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണിത്. എല്ലാവരും ഈ കഥ വായിക്കണം.